എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീയിലല്ല, എൻ യേശുവിൻ കരങ്ങളിലാം. 2 പത്രോസ് 1:11. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പ്രിയമുള്ളവരെ, നാം തളർന്നു പോകാതെ ദൈവത്തിനു വേണ്ടി ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി ലഭിക്കും. അതായത് വെറും വാതിൽക്കൽ എത്തുന്നതല്ല, മറിച്ച് ആഘോഷത്തോടെയും സമൃദ്ധിയോടെയും സന്തോഷത്തോടെയും ഉള്ളിൽ പ്രവേശിക്കുക എന്നതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. മഹത്തായ ഒരു സ്വീകരണം നമുക്കായിട്ട് കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ ശക്തിയിൽ അധികം വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം, സമൃദ്ധമായുള്ള ഒരു പ്രവേശനം ഞങ്ങൾക്ക് തരുമാറാകണമേ. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട് ജീവിക്കുവാൻ കൃപ തരണം കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.